ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് പാലും കോൺഫ്ലവറും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ല തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഇത് വാങ്ങി കേട്ടോ. ഇതാണ് ആ കൺസിസ്റ്റൻസി. കണ്ടോ? ഇത്രയും കട്ട് ചെയ്യാൻ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പഞ്ചസാരയും മാംഗോ അരച്ചതും കൂടിയിട്ട് ഒന്ന് കട്ടിയാവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഇത്തിരി കുങ്കുമപ്പൂ കൂടി കലക്കിയിട്ടുണ്ട്. അതാണ് ഈ കളർ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു കഷ്ണം എടുത്ത് നോക്കട്ടെ ടേസ്റ്റ് നോക്കാം. കാരമൽ പുഡിങ്. അടിപൊളി ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതേമാതിരി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എന്തായിരുന്നു പരിപാടി? അടുക്കളയിൽ കുറച്ച് നേരം അടുക്കളയിൽ കയറിയിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ. അതെയോ? എന്താണ് അതിൻ്റെ പേരെന്താണ്? മാംഗോ പുഡിങ്. അതെയോ? ടേസ്റ്റ് നോക്കാം അല്ലേ? ഓക്കെ, നോക്കട്ടെ. കൊണ്ടുവരാം കേട്ടോ. ആ ശരി. ഉഗ്രനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങയുടെ മധുരം ഒരു കുറവാണെങ്കിലും അധികം മധുരം ഇല്ലാതിരിക്കാനുള്ളത് നന്നായിട്ടുണ്ട്. ഞാൻ മധുരം ഇട്ടു, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നാലും മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. അങ്ങനെ തോന്നുക അത് ഷുഗർ ഉള്ളവർക്ക് മധുരം കുറവായിട്ട് തോന്നും. ചിലപ്പോൾ അതായിരിക്കും. അതാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അധികം കഴിക്കണ്ട.